ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഞെട്ടി രാജ്യം. ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലഷ്കർ ഇ തയ്യബയുടെ പ്രാദേശിക വിഭാഗമായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം പഹൽഗാമിലെത്തും. ഒരു ഭീകരനെയും വെറുതെ വിടില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. നിലവിൽ സൗദിയിലുള്ള പ്രധാനമന്ത്രി ഭീകരാക്രമണത്തെ അപലപിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഏറെക്കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് നേരെ, സാധാരണക്കാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കാശ്മീരിലെ സ്ഥിതിഗതികൾ മാറി വരുന്നു, ധാരാളം ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഹർഷൻ, തീർച്ചയായും കശ്മീരിൽ, പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 370 എല്ലാം റദ്ദാക്കിയതിന് ശേഷം വലിയ രൂപത്തിലുള്ള സഞ്ചാരികളുടെ ഒഴുക്കുണ്ട്. പ്രത്യേകിച്ചും വിദേശ സഞ്ചാരികളുടെ ഒഴുക്ക് അവിടേക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാർത്താ പ്രാധാന്യം ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ ഇതിന് നൽകിയതുമില്ല. പിന്നീടാണ് ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് രാജ്യം മനസ്സിലാക്കുന്നത്. അതായത് വനമേഖലയോട്, അതായത് ഈ ബൈസാരൻ വാലി എന്ന് പറയുന്നത് ഈ പഹൽഗാമിലെ ഒരു വനമേഖലയാണ്. വനമേഖലയോട് ചേർന്നുള്ള കുന്നാണ്. ആ കുന്നിലേക്ക് ട്രക്കിംഗ് ആയിട്ടും അല്ലാതെ കുതിരപ്പുറത്തും നടന്നുമൊക്കെയാണ് സഞ്ചാരികൾ പോകാറുള്ളത്. ഏറ്റവും കൂടുതൽ പോകാറുള്ളത് ആഭ്യന്തര സഞ്ചാരികൾ തന്നെയാണ്. അങ്ങനെ നടന്നും ട്രക്കിങ്ങും വഴി അവിടെ എത്തുകയും അവിടെ വിശ്രമിക്കുകയും അവിടെ ഒരു മൈതാനം പോലെ പുല്ലെല്ലാം നിറഞ്ഞ മൈതാനം പോലെ പ്രദേശത്ത് വിശ്രമിക്കുകയും ചെയ്യുക. അതിനുശേഷം ട്രക്കിങ്ങിന് ശേഷം ക്യാമ്പിന് ശേഷം മടങ്ങിപ്പോവുക എന്നുള്ളതാണ് സഞ്ചാരികളുടെ രീതി. അവിടെയാണ് വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർ സൈനിക വേഷത്തിലെത്തുന്നു. നേർക്കുനേരെയാണ് വെടിവെക്കുന്നത്. ഗൺ പോയിന്റിലാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഇന്നിപ്പോൾ രക്ഷപ്പെട്ട ആശുപത്രിയിലുള്ള ആളുകൾ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോഴും അവിടെ രക്ഷപ്പെട്ട എത്ര ആളുകൾ എത്തിയിട്ടുണ്ടെന്നോ എത്ര പേർക്ക് വെടിയേറ്റിട്ടുണ്ടോ എന്നൊന്നും ആർക്കും മനസ്സിലായിരുന്നില്ല. കാരണം ആളുകളെ പ്രദേശവാസികൾ തോളിലേറ്റിയും ഒക്കെയാണ് ആശുപത്രികളിൽ എത്തിച്ച്, പ്രത്യേകിച്ചും ഈ വനമേഖലയിൽ നിന്ന് കുന്നിൻ പുറത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ഉണ്ടായ വെടിവെപ്പ് ഏതാണ്ട് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരത്തിലേക്ക് പ്രാദേശിക മാധ്യമങ്ങൾ പോലും എത്തുന്നത്. ദേശീയ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ 1 മണിക്കൂർ അതായത് 7 മണിക്ക് ശേഷമാണ് 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരം നൽകുന്നത്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റൊരു വിവരം 2 വിദേശികൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടിയാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. കാരണം ആ രൂപത്തിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ വന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഒരു പ്രാദേശിക മാധ്യമത്തിൻ്റെയും ദൃശ്യമോ സൈന്യം പുറത്തുവിട്ടതോ അല്ല. പ്രാദേശികമായി അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ എടുത്ത ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്തായാലും കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു കഴിഞ്ഞു. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതിലൊരു കർണാടക സ്വദേശി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 24ഓളം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതിൽ 2 വിദേശികളുമുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ, നേരത്തെ ഹർഷൻ സൂചിപ്പിച്ച പോലെ, സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇത്തരം ആക്രമണങ്ങൾ പ്രദേശവാസികളെയോ അല്ലെങ്കിൽ സഞ്ചാരികളെയോ ലക്ഷ്യമിട്ടുണ്ടാകാറില്ല. സൈന്യവും ഭീകരവാദികളും തമ്മിലുള്ള ആക്രമണമാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ഭീകരർ ഒളിച്ചിരിക്കുന്നു, സൈന്യം കണ്ടുപിടിക്കുന്നു, വെടിവെക്കുന്നു, കൊലപ്പെടുത്തുന്നു. ആ രൂപത്തിലാണ് പോകാറുള്ളത്. പക്ഷേ ഇത് വളരെ അപൂർവമാണ്, അസാധാരണമായ സംഗതിയാണ്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്. JD വാൻസ് ഇന്ത്യയിൽ കുടുംബസമേതം സന്ദർശനം നടത്തുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മെച്ചപ്പെടുന്ന ചർച്ചകൾ നടത്തുന്നു. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയും സഞ്ചാരികളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലില്ല. അദ്ദേഹം സൗദിയിലാണ്. സൗദിയുമായി ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുന്ന കാര്യങ്ങളടക്കം ചർച്ചകൾ നടത്തുകയാണ്. നിക്ഷേപം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ശക്തമായിരിക്കണം. മറ്റൊരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്. അദ്ദേഹം കുടുംബസമേതം ഇന്ത്യയിലുണ്ട്. അവിടെയും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചോദ്യം ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ സംഘടനയുടെ പേരും ആ രൂപത്തിൽ പ്രസക്തമാണ്. സംഘടന ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണ്. അവർ സൈനികരുമായി നേരിട്ട് ഏറ്റുമുട്ടാറില്ല. അവർ പ്രദേശവാസികളെ, സാധാരണക്കാരായ മനുഷ്യരെയാണ് കൊലപ്പെടുത്താറുള്ളത്, ആക്രമിക്കാറുള്ളത്. അവരുടെ ചരിത്രവും അങ്ങനെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തുടർന്ന് ഉള്ള ബുള്ളറ്റിനുകളിൽ വരാം. സനീഷ്, ഇപ്പോൾ ഏറെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പ്രാദേശിക മാധ്യമങ്ങളിലൂടെയുമാണ് ഏതാണ്ട് മരണം 24 എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോൾ വലിയൊരു ആക്രമണമാണ് ഉണ്ടായത്. നിശ്ചയമായിട്ടും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന
നിന്നും രോഷം ഉണ്ടാക്കുന്നതായുള്ള സംഭവമാണല്ലോ നടന്നിരിക്കുന്നത്. ശ്രീജിത് ബാലകൃഷ്ണൻ കൃത്യമായിട്ട് ആ വിവരങ്ങളെല്ലാം നൽകി. ഇപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്ത് വരുന്നു എന്നൊരു തോന്നലുണ്ടാവുകയും ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കൂടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഇവിടെ ന്യൂസ് പ്ലസ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ലക്ഷ്മി പത്മ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അവരും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് അവിടെ പോയി വന്ന അതേ പ്രദേശത്തായി വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലക്ഷ്മിയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ആ കസേരക്ക് ചുറ്റുമായിട്ടാണ്, അല്ലെങ്കിൽ അവരിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്ന സ്ഥലത്താണ് ഈ വെടിവെപ്പൊക്കെ ഉണ്ടായിരിക്കുന്നത്. ധാരാളം പേര് പോകുന്നതാണ്. ഇപ്പോൾ ടൂറിസം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നോർമലൈസ് ചെയ്യപ്പെടുന്ന സ്ഥിതിയെ വീണ്ടും കുഴപ്പത്തിലേക്കാക്കാൻ ഈ തീവ്രവാദികൾ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ്. അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കല്ലേ. റൈറ്റ്, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി വേഗം പോകാം. ഈ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം.